പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി നിലവിലെ സാഹചര്യം വിലയിരുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ വിക്രം മിസ്രി രൂക്ഷമായി വിമർശിച്ചു. സൈന്യത്തിന്റെ ആക്രമണം നിയന്ത്രിക്കണമെന്ന് അദ്ദേഹം പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായും സിവിൽ ഡിഫൻസ് ഡിജിയുമായും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സംസാരിച്ചു. സംസ്ഥാനത്തെ അതിർത്തിയിലെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഏത് സാഹചര്യത്തെ നേരിടാൻ സജ്ജരായിരിക്കാൻ സിവിൽ ഡിഫൻസിനോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം തുടർച്ചയായ മൂന്നാം രാത്രിയിലും ഇരുട്ടിലായി ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങൾ. ശനിയാഴ്ച വൈകുന്നേരം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ നിയന്ത്രണങ്ങളിൽ അയവുണ്ടായിരുന്നു. എന്നാൽ രാത്രി കരാർ ലംഘിച്ച പലയിടത്തും പാക് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ അതിർത്തി ജില്ലകളിൽ വീണ്ടും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. ഡ്രോൺ ആക്രമണ സാധ്യതകൾ പ്രതിരോധിക്കുന്നതിന് ഡ്രോണുകളുടെ ലക്ഷ്യനിർണ്ണയം തടയുന്നതിനുമായിരുന്നു നീക്കം. ജമ്മു കാശ്മീരിൽ ശ്രീനഗറിലെ ബട്ടവര, ഉത്തര കാശ്മീരിലെ ബരാമുള്ള, അനന്ത്നാഗ്, ബന്ദിപ്പോര, സവാപോള തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി പാക് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു. ആക്രമണ ശ്രമങ്ങൾ സൈന്യം പരാജയപ്പെടുത്തി. പിന്നാലെ അനന്ത്നാഗ്, ദോഡ, ജമ്മു, കത്ര, ഭവാൻ, കത്വ, നഗ്രോത്ത, രജൌരി, റിയാസി, ആർഎസ്പുര, ശ്രീനഗർ, ഉദ്ധംപൂർ ഉൾപ്പെടെ നിരവധി അതിർത്തി നഗരങ്ങളിൽ അധികൃതർ അടിയന്തരമായി ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. വാഹനങ്ങളുടെ ലൈറ്റുകൾ അടക്കം അണയ്ക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പഞ്ചാബിലെ പല ജില്ലകളും കഴിഞ്ഞ രാത്രിയും ഇരുട്ടിലായിരുന്നു. നേരത്തെ പിൻവലിച്ചിരുന്ന ബ്ലാക്ക് ഔട്ട് സുരക്ഷ മുൻകരുതൽ എന്ന നിലയ്ക്ക് വീണ്ടും പ്രാബല്യത്തിൽ വരുത്തുന്നതായി അധികൃതർ അറിയിച്ചു. ഹോഷിയാർപൂർ, ഫിറോസ്പൂർ, ഫസിൽക്ക, പഠാൻകോട്ട്, പട്യാല, മൊഗ, കപൂർത്തല, മുക്തർസർ, അമൃത്സർ എന്നീ ജില്ലകളിലാണ് ബ്ലാക്ക് ഔട്ട് നടപ്പിലാക്കിയത്. ഹരിയാനയിലെ അംബാല, രാജസ്ഥാനിലെ ബാലോത്ര, ബാൽമേർ, ഗുജറാത്തിലെ ഭുജ്, കച്ച് എന്നിവിടങ്ങളിലും ഛത്തീസ്ഗഡിലും ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. രാത്രി ജനങ്ങൾ വീടുകളിൽ ഇരിക്കണമെന്നും സ്വയമേധയാ ലൈറ്റുകൾ ഓഫ് ചെയ്യണമെന്നും പലയിടങ്ങളിലും അധികൃതർ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ചിലയിടങ്ങളിൽ രാത്രി തന്നെ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. മറ്റ് ചിലയിടങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ വരെ ഇത് തുടരും. എന്നാൽ ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണത്തിൽ സൈനികന് വീരമൃത്യു. രാജസ്ഥാൻ ജുസ്സുനു സ്വദേശി സുരേന്ദ്ര സിംഗ് മോഗ 36 വയസ്സാണ് കൊല്ലപ്പെട്ടത്. ഉദ്ധംപൂരിലെ വ്യോമതാവളത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പതിക്കുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച പുലർച്ചെയാണ് വ്യോമതാവളത്തിന് നേരെ ആക്രമണമുണ്ടായത്. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോൺ ആകാശത്ത് വെച്ച് തന്നെ തകർത്തെങ്കിലും അവശിഷ്ടങ്ങൾ സൈനികന്റെ ശരീരത്തിലേക്ക് പതിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സൈനികൻ പിന്നീട് മരിക്കുകയായിരുന്നു. 14 വർഷത്തിലേറെയായി സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന സുരേന്ദ്ര സിംഗിന് 2 മാസം മുൻപാണ് ഉദ്ധംപൂരിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നത്. സംഭവത്തിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻ ലാൽ ശർമ്മ അനുശോചിച്ചു. സൈനികന്റെ മൃതദേഹം ഞായറാഴ്ച വൈകിട്ട് ജന്മനാട്ടിലെത്തിക്കും. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ രാത്രിയും വിവിധയിടങ്ങളിലാണ് ഡ്രോൺ ആക്രമണം തുടർന്നത്. അതേസമയം ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ ധാരണ ലംഘിച്ചതിനു പിന്നാലെ തന്നെ പാക് ജനതയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പാക് സൈന്യത്തിന്റേത് ചരിത്രപരമായ നേട്ടമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി രാജ്യത്തിന് ഒന്നടങ്കം ഇത് വിജയമാണെന്നും അവകാശപ്പെട്ടിരുന്നു. പ്രസംഗത്തിൽ ചൈനയെ പ്രത്യേകമായി പരാമർശിച്ച പാക് പ്രധാനമന്ത്രി എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അവരോട് വലിയ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞു. ചൈനയെ പ്രിയപ്പെട്ട വിശ്വസ്തരായ സുഹൃത്തായാണ് ഷഹബാസ് ഷെരീഫ് വിശേഷിപ്പിച്ചത്. പാകിസ്ഥാൻ ആവശ്യമുള്ളപ്പോഴെല്ലാം ചൈന കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഷഹബാസ് ഷെരീഫ് ചൈനീസ് ജനതയോടും നന്ദി രേഖപ്പെടുത്തി. ജലവിതരണം, കാശ്മീർ, മറ്റ് തർക്ക വിഷയങ്ങൾ എന്നിവ പരിഹരിക്കപ്പെടുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, സൗദി കിരീടാവകാശി ഖത്തർ അമീർ, തുർക്കി പ്രസിഡന്റ് എന്നിവർക്കും ഷഹബാസ് ഷെരീഫ് നന്ദി പറഞ്ഞു. പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളെയും മാധ്യമങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പാകിസ്ഥാന്റെ ഹാൻഡിലുകളിൽ നിന്നും വ്യാജ പ്രചരണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെ പാക് പ്രധാനമന്ത്രി അഭിനന്ദിച്ചത് എന്നാണ് ശ്രദ്ധേയം. നേരത്തെ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ ലംഘിച്ചതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയാണ് വ്യക്തമാക്കിയത്. രാത്രി 10:45 വിളിച്ചു ചേർത്ത പ്രത്യേക വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം പാകിസ്ഥാന്റെ വഞ്ചന ഔദ്യോഗികമായി തുറന്നു പറഞ്ഞത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ അപലപനീയമായ നീക്കമാണെന്നും ആക്രമണത്തിനെതിരെ സേന ഉചിതമായ നടപടി കൈക്കൊണ്ടിട്ടുണ്ടെന്നും മിസ്രി പറഞ്ഞു. വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ലംഘിച്ച സാഹചര്യത്തിൽ ആക്രമണത്തെ ശക്തമായി തന്നെ നേരിടാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകിയതായും വിദേശകാര്യ സെക്രട്ടറി പ്രതികരിച്ചു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർക്കിടയിൽ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ധാരണയുടെ ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നടക്കുകയാണ്. ഈ ലംഘനങ്ങൾക്ക് സായുധ സേന ഉചിതമായ മറുപടി നൽകുന്നുണ്ട്. ഈ ലംഘനങ്ങളെ ഞങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഈ ലംഘനങ്ങളെ നേരിടാനും ഗൗരവത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി സാഹചര്യം കൈകാര്യം ചെയ്യാനും ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും പാകിസ്ഥാനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. സായുധ സേന സാഹചര്യം ശക്തമായി നിരീക്ഷിച്ചു വരികയാണ്. വെടിനിർത്തൽ ധാരണ മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ ലംഘിച്ചപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി
രാത്രി വിളിച്ചു ചേർത്ത പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാന്റെ വഞ്ചന ഔദ്യോഗികമായി തുറന്നു പറഞ്ഞത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത് അപലപനീയമായ നീക്കമാണ്. ആക്രമണത്തിനെതിരെ സേന ഉചിതമായ നടപടി കൈക്കൊണ്ടിട്ടുണ്ട്. വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ലംഘിച്ച സാഹചര്യത്തിൽ ആക്രമണത്തെ ശക്തമായി നേരിടാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർക്കിടയിൽ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയ ധാരണയുടെ ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നടക്കുകയാണ്. ഈ ലംഘനങ്ങൾക്ക് സായുധ സേന ഉചിതമായ മറുപടി തന്നെ നൽകുന്നുണ്ട്. ഈ ലംഘനങ്ങളെ ഞങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഈ ലംഘനങ്ങളെ നേരിടാനും ഗൗരവത്തോടും ഉത്തരവാദിത്തോടും കൂടി സാഹചര്യം കൈകാര്യം ചെയ്യാനും ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും പാകിസ്ഥാനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. സായുധ സേന സാഹചര്യം ശക്തമായി നിരീക്ഷിച്ചു വരികയാണ്. അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും അതിർത്തി ലംഘനങ്ങൾ ആവർത്തിക്കുന്ന ഏതൊരു സംഭവത്തെയും ശക്തമായി നേരിടാൻ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വൈകുന്നേരം 5 മണിക്ക് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും പാകിസ്ഥാൻ സേന ഇന്ത്യയിലെ അതിർത്തിയിൽ കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു. ജമ്മു കാശ്മീരിൽ നിയന്ത്രണ രേഖയിൽ വിവിധയിടങ്ങളിൽ നിന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മോർട്ടാർ ഷെല്ലിങ്ങും ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും ഉണ്ടായതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഉധംപൂരിൽ പാകിസ്ഥാനി ഡ്രോൺ ആക്രമണ ശ്രമം വ്യോമസേന പരാജയപ്പെടുത്തിയതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തിരുന്നു.